നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെയും ഇല്ലാത്തൊരു ഹോസ്പിറ്റാലിറ്റി നമുക്ക് ഇവിടെ ഫീൽ ചെയ്ത് വരുമ്പോഴേക്കിന് വീൽ ചെയർ വേണോ അല്ലെങ്കിൽ ഞങ്ങൾ ലിഫ്റ്റ് ചെയ്യണോ ഞങ്ങൾ കൊണ്ടുപോകണോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹോസ്പിറ്റാലിറ്റി ഫീൽ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു സംഭവമാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്തൊരു സംഭവമാണ്. കല്യാണങ്ങളിലാവട്ടെ മറ്റുള്ള അക്കാദമിക് സെമിനാറുകളിലാവട്ടെ എവിടെ പോയി കഴിഞ്ഞാലും പൂച്ചക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്നുള്ള ഒരു അന്യഗ്രഹ ജീവികളെ നോക്കുന്ന പോലെയുള്ള നോട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നമുക്ക് അനുഭവവേദ്യമാവണില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ KDF തരുന്ന എക്സ്പോഷർ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. അത് എല്ലാവരും അനുഭവിച്ചറിയുന്നെ വേണം. ഇനിയും മുന്നോട്ടുള്ള വർഷങ്ങളിൽ നമുക്കിത് തുടരാൻ പറ്റട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളുടെ സമൂഹത്തിലുള്ള ആളുകൾ ഇപ്പം മറ്റുള്ള ഈ ഡിസബിലിറ്റിയുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത ആളുകൾ കൂടുതലായിട്ട് വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യുകയും നമ്മളുടെ ഒരു മനോഭാവത്തിൽ തിരുത്തലുകൾ വരുത്താൻ എവിടെയൊക്കെ റീവയറിങ് ആവശ്യമുണ്ട്, എവിടെയൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യണം, എവിടെയൊക്കെ നമ്മൾ മൗൾഡ് ചെയ്ത് എടുക്കപ്പെടാനുണ്ട് എന്നുള്ള ആ ഒരു മനോഭാവത്തെ നിർമ്മിച്ചെടുക്കുന്നതിൽ എന്തൊക്കെ തിരുത്തലുകൾ ആവശ്യമാണ് എന്നുള്ളത് ഒരു പുനർവിചിന്തനം നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷണൽ ഹോസ്പിറ്റാലിറ്റി അതേപോലെ കണ്ടീഷണൽ ഇൻക്ലൂഷനൊന്നും ഇല്ലാതെ ആളുകളെ അവരുടെ വൈവിധ്യങ്ങളോട് കൂടിയിട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം മാമാങ്കങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരം ഉത്സവങ്ങളുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. കേരള ഡിസബിലിറ്റി ഫെസ്റ്റ് ഇത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷവും അഭിമാനമൊക്കെയാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഫെസ്റ്റിവൽ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങളെ മക്കൾക്കായിട്ട് അല്ലെങ്കിൽ ഞങ്ങളെ മക്കളെക്കുറിച്ച് അറിയാനും പറയാനും ഒരു വേദി കൂടിയാണ്. മറ്റുള്ളവർ അത് കേൾക്കാനായി വരികയാണ്. സാധാരണഗതിയിൽ ഭിന്നശേഷിക്കാർക്കായിട്ട് ഒരു ഇതുണ്ടാകുമ്പോൾ ഞങ്ങളെ കുട്ടികൾ അല്ലെങ്കിൽ അതിലുപരി അവരെ ടീച്ചേഴ്സാണ്, അതിൽ കൂടുതൽ ആരും ഉണ്ടാവാറില്ല. ഞങ്ങൾ മാത്രമാണ് കേൾക്കാനും പറയാനും ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് പേര് ഇത് കേൾക്കാനും കാണാനും അറിയാനും മനസ്സിലാക്കാനായിട്ട് വരിക. അതിനായിട്ട് ഇവിടെ ഒരുപാട് എക്സ്പീരിയൻസ് സോണുകളുണ്ട്, ക്ലാസ്സുകളുണ്ട്, പിന്നെ മക്കളുടെ പ്രോഗ്രാംസ് ഉണ്ട്. അതിലൂടെയൊക്കെ അവർക്ക് എത്രമാത്രം കഴിവുണ്ടെന്നും അവരുടെ ബുദ്ധിമുട്ടുകൾ എന്ത്, അവരുടെ കഴിവുകൾ എന്ത് എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു വേദി കൂടിയാണ്. ഏതായാലും ഡിസബിലിറ്റി ഫെസ്റ്റിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. അതും ഞങ്ങളെ ഈ കോഴിക്കോട് എല്ലാത്തിനെയും സ്വീകരിക്കുക, എല്ലാവരെയും അത്രയധികം ആവേശത്തോടെ കൊണ്ടാടുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ഇവിടെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇതൊരു വലിയ വിജയം തന്നെ ആക്കി മാറ്റാനും ജനങ്ങൾ ശ്രമിക്കുന്നുണ്ട് മാക്സിമം. അതുമാത്രമല്ല നമ്മളെ ഒരുപാട് ജില്ലകളിലുള്ള ഫ്രണ്ട്സൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ കാണാനും കൂടിയുള്ള ഒരു വേദിയായി മാറി. അപ്പോൾ അതിലുപരി ഒരു സന്തോഷമാണ്. പിന്നെ ഇവിടെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾക്കും പറയാൻ പല ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങളും ഒരുപാട് ഞങ്ങളുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയുണ്ടായി. അപ്പോൾ അത് കേട്ട ഒരുപാട് പേര് ഞങ്ങളടുത്ത് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുണ്ടായി. ഞങ്ങൾക്കുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി, ഞങ്ങൾ ഇതുപോലുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെന്ന്. അതൊക്കെ ഞങ്ങൾക്ക് വലിയൊരു ആവേശമാണ് നൽകുന്നത്. അപ്പോൾ വരും വർഷങ്ങളിൽ ഇതിൽ കൂടുതൽ ജനങ്ങളും ഉണ്ടാവും, ഇതിൽ കൂടുതൽ ആളുകളിലേക്കും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എത്തുന്നു തന്നെ വിശ്വസിക്കുന്നു. വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാവട്ടെ ഇതെന്ന് തന്നെ ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഭിന്നശേഷി മേഖലക്ക് പുതിയ ഒരു ആശയം നൽകിയിരിക്കുകയാണ് KDF കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ. വരും വർഷങ്ങളിൽ കൂടുതൽ മികവോട് കൂടിയിട്ട് ഇത് നടക്കട്ടെ. ഇതിൻ്റെ ഒരു മോഡൽ ഗോവയിൽ എല്ലാ വർഷവും നടക്കാറുള്ള പർപ്പിൾ ഫെസ്റ്റ് എല്ലാ വർഷവും നടക്കാറുണ്ട്. അതിൻ്റെ ഒരു മികച്ച മോഡലായിട്ട് KDF മാറുകയാണ്. കേരളത്തിൻ്റെ ഒരു ഭിന്നശേഷി മേഖലയിലുള്ള പുതിയൊരു നവോത്ഥാനത്തിൻ്റെ രക്ഷിതാക്കളെയും പ്രൊഫഷണൽസിനെയും പൊതുസമൂഹത്തെയും ചേർത്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാവട്ടെ. ഇവിടെ ഇൻക്ലൂസീവ് ആണ് എല്ലാ ഏരിയകളും. അതുപോലെ എക്സ്പീരിയൻസ് സെൻറ്ററുകൾ, എക്സ്പീരിയൻസ് അതൊക്കെ ഒരുപാട് ആളുകൾ സാധാരണക്കാർക്ക് കൃത്യമായി കാഴ്ചപ്പാടുകൾ നൽകാവുന്നവരാണ്. അക്കര ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 8 വർഷമായിട്ട് ഭിന്നശേഷി മേഖലയിലുണ്ട്. ഇത് ഒരു പുതിയ അനുഭവമാണ്. കാസർഗോഡും ജില്ലയിലും ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ആഗ്രഹങ്ങൾ ഞങ്ങൾക്കുണ്ട്. വരും വർഷങ്ങൾ അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഇന്ന് നമ്മൾ ലോ വിഷൻ, അതായത്
കാഴ്ചക്കുറവ് എന്ന അവസ്ഥയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണിത്? ശരിക്കും പറഞ്ഞാൽ കണ്ണട വെച്ചിട്ടും കാഴ്ചയ്ക്കൊരു വ്യക്തത കിട്ടാത്ത അവസ്ഥയാണിത്. ഇത് മുഴുവനായിട്ടുള്ള കാഴ്ചയില്ലായ്മ അല്ല കേട്ടോ. പക്ഷേ വായിക്കാനും ആളുകളുടെ മുഖം തിരിച്ചറിയാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഇന്ത്യയിൽ ഇത് കുറച്ചധികം ആളുകളെ ബാധിക്കുന്നുമുണ്ട്. ഒന്നാമതായി ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും ഗ്ലോക്കോമ, പിന്നെ പ്രമേഹം, കണ്ണിനെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, ഇതൊക്കെയാണ് പ്രധാന വില്ലന്മാർ. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും രോഗം കണ്ടെത്താൻ വൈകുന്നതാണ്. നേരത്തെ അറിഞ്ഞാൽ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണിതെല്ലാം. രണ്ടാമത്തെ കാര്യം, കാഴ്ചക്കുറവുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പുസ്തകം വായിക്കാൻ, ഫോൺ നോക്കാൻ, അല്ലെങ്കിൽ തിരക്കുള്ള റോഡിലൂടെ നടക്കാനൊക്കെ എത്ര പ്രയാസമായിരിക്കും. ആളുകളുടെ മുഖം പോലും വ്യക്തമാകാത്തതുകൊണ്ട് പലപ്പോഴും ഒറ്റപ്പെട്ടതായി തോന്നാം. അവസാനമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരുപാട് ടെക്നോളജി ഹെൽപ്പ് ചെയ്യാനുണ്ട്. നമ്മുടെ ഫോണിലെ ടോക്ക് ബാക്ക് പോലെയുള്ള ഫീച്ചറുകൾ, എഴുത്തുകൾ വലുതാക്കി കാണിക്കുന്ന മാഗ്നിഫയറുകൾ, ഇതൊക്കെ നല്ല സംവിധാനങ്ങളാണ്. പിന്നെ നമ്മൾ അവരുടെ സാധനങ്ങൾ എടുത്ത് മാറ്റാതിരിക്കുന്നത്, ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിലും വളരെ പ്രധാനമാണ്. ഭിന്നശേഷി അവകാശ നിയമപ്രകാരമുള്ള അവരുടെ റൈറ്റ്സിനെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരാകണം.